നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളാണ് ആദ്യം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. ഇന്നത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം 5 പഞ്ചായത്തുകളിൽ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആവശ്യം. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ഷൈൻ നാട്ടികയാണ് വാർത്താസമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ, കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നിവർക്ക് ഷൈൻ നാട്ടിക, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് കെ രാമൻ എന്നിവർ രേഖാമൂലം പരാതി സമർപ്പിച്ചിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്കിലെയും 5 പഞ്ചായത്തുകളിലെയും പട്ടികജാതിക്കാർക്ക് നീതിയും അവകാശവും ലഭിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിർത്തിവെക്കണമെന്നും 2025 ഒക്ടോബർ 18 കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള തളിക്കുളം ബ്ലോക്കിലെ സംവരണ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്നുമാണ് ആവശ്യം. നാട്ടിക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റാനിഷ് കെ രാമൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KV സുകുമാരൻ, ബ്ലോക്ക് സെക്രട്ടറി CK ഉല്ലാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിന് കാരണം ഇത് 2015 സെൻസസിലുണ്ടായിരുന്ന ഒരു പിഴവ് മൂലമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ പട്ടികജാതിക്കാർ ഇവിടെ കുറഞ്ഞുകൊണ്ടാണെന്ന് വിചാരിക്കും. അല്ല, പട്ടികജാതിക്കാർ ആദ്യത്തെ സെൻസസ് പ്രകാരം 21,000 പേരും കുടുംബങ്ങൾ 4,702 പേരുമാണ്. അങ്ങനെ സെൻസസ് എടുത്തത്. ആ സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 2011 ശേഷം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരുടെയോ പിഴവ് മൂലം എണ്ണം എഴുതുന്ന സ്ഥലത്ത് കുടുംബങ്ങളുടെ എണ്ണം എഴുതി. അതായത് 21,000 എഴുതുന്ന സ്ഥലത്ത് 4,702 1,33,000 നമ്മളുടെ ഈ ബ്ലോക്കിലെ 5 പഞ്ചായത്തിലെ മൊത്തം ജനസംഖ്യ. അമ്പലം വിഴുങ്ങികളായ ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. തൃപ്പയാർ പോളി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DCC സെക്രട്ടറി BR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P ബിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, BD സന്ദീപ്, TV ഷൈൻ, PC മണികണ്ഠൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PC ജയപാലൻ, ബിന്ദു പ്രദീപ്, KR ദാസൻ, മധു അന്തിക്കാട്ട്, ജയ സത്യൻ, രഹന ബിനേഷ് എന്നിവർ സംസാരിച്ചു. ആത്യന്തികമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് കപട വിശ്വാസികൾക്കൊപ്പമല്ല, കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണ്, കോൺഗ്രസ് ശബരിമലക്കൊപ്പമാണ്, കോൺഗ്രസ് ഈ കള്ളന്മാർക്കൊപ്പമല്ല. കോൺഗ്രസ് ഈ പന്തം കൊളുത്തി പ്രകടനം കേരളത്തിലെ മുഴുവൻ 1000-ഓളം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തുമ്പോൾ അത് വിശ്വാസി സമൂഹത്തിന് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണെന്ന്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ഞാലിപ്പൂവൻ വാഴക്കന്നുകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ 5000 കന്നുകളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയ് ഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, അനിത ത്രിദീപ് കുമാർ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, കൃഷി അസിസ്റ്റന്റ് സജിത, കൃഷ്ണനന്ദ് എന്നിവർ സംസാരിച്ചു. ആവശ്യാനുസരണമാണ് ഇപ്രാവശ്യം ഞാലിക്ക് പൂവിൻ്റെ കന്ന് നമ്മൾ വിതരണം നടത്തുന്നത്. ഇന്ന് 5000 കന്നുകളാണ് നമുക്ക് വിതരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ അപേക്ഷിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും കൊടുക്കാറാണ് പതിവ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വളരെ വൃത്തിയായ രീതിയിൽ നമ്മൾ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഗുണമേന്മയേറിയ വാഴക്കന്നുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അമ്പലം വിഴുങ്ങികളായ ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ, DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ, ER രഞ്ജൻ, CB ഗിരി, ഹിറോഷ് ത്രിവേണി, CB വികാസ്, സുമേഷ് പാനാട്ടിൽ, ഉല്ലാസ് CK, പ്രവീൺ രവീന്ദ്രൻ, MM ഇക്ബാൻ, അജ്മൽ ഷെരീഫ്, രമേശൻ പള്ളത്ത്, അനിൽ കരുവത്തിൽ, ഗീത രാമദാസ്, നൌഷാദ് ഇബ്രാഹിം, പ്രസാദ് CK, പ്രവീൺ പൊയ്യാറ, ഭുവനേശ്വരി CK, ശരത് KH എന്നിവർ സംസാരിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, ഒരുപാട് കളവുകൾ ഭരണകൂടങ്ങൾ ചെയ്തത്. പക്ഷേ ഭഗവാന്റെ പൈസ അടിച്ചു മാറ്റിയത് കേരളത്തിലെ വിശ്വാസികളല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ മരണമേറ്റപ്പോഴുണ്ടായ കേരളത്തിന്റെ ശാപമാണ് പരിപാവനമായ ശബരിമല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ഒരു വർഷത്തിൽ 60 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ കടന്നു വരുന്ന സ്ഥലത്തെ സ്വർണ്ണപ്പാളികൾ ഒരാൾക്ക് എഴുതി കൊടുത്ത പോലെയാണ്, കൊണ്ടുപോകാൻ കൊടുത്ത പോലെയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭമായ ശബരിമലയിലെ സ്വർണം കക്കാൻ ഒത്താശ ചെയ്തു കൊടുത്ത വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ധിക്കാരമായ നടപടിക്കെതിരെ ഇന്ന് കേരളക്കരയായ പ്രതിഷേധം ഉയരുകയാണ്. തളിക്കുളം പഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടികളിലേക്ക് AC വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. നിലവിൽ 9 അംഗൻവാടികളിൽ AC സ്ഥാപിച്ചിട്ടുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 4,40,000 രൂപയും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല, വാർഡ് മെമ്പർമാരായ ഷിജി CK, സുമന ജോഷി, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ് KS എന്നിവർ സംസാരിച്ചു. നമ്മുടെ മക്കൾ സ്വർഗത്തിലല്ലേ അല്ലേ? ഈ ഫലസ്തീനില് നിങ്ങൾ കേൾക്കേണ്ടതാണ്, 10,000-കണക്കിന് കുട്ടികളാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടിയിട്ട് ഈ ക്യാമ്പിൽ ചെല്ലുമ്പോ ആ ക്യാമ്പിൽ വെടിവെപ്പ് നടത്ത കുട്ടികൾ, ഈ പ്രായമുള്ള കുട്ടികൾ നിങ്ങൾ കണ്ടില്ലേ ഫോട്ടോയില്, രക്തത്തിൽ കുളിച്ച കുട്ടിനെ പൊതിഞ്ഞിരി എടുക്കണത്. അവിടെ വീട് കണ്ടിട്ട് 2.5 കൊല്ലായി, വീടില്ല, ഒക്കെ ബോംബിട്ടും തകർത്തും കളഞ്ഞു. മലമൂത്ര വിസർജനം റോട്ടില്ല. അതിനെന്തെങ്കിലും കഴിക്കേണ്ടതൊക്കെ പോകണമെങ്കിൽ ഭക്ഷണമില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവിടെയും നമ്മുടെ മക്കളില്ലേ? അപ്പോഴാണ് നമ്മുടെ മക്കള് സ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാടനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി ഉപയോഗിച്ച് നവീകരണം നടത്തിയ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ലാബ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ, സൂപ്രണ്ട് ഡോക്ടർ സുജ KT, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KB സുധ, കല, ജുബി പ്രദീപ്, വസന്ത ദേവലാൽ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷൈജ ഉദയകുമാർ, ശ്രീകല ദേവാനന്ദ്, സരിത ഗണേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ K രജനി, തളിക്കുളം ബ്ലോക്കിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിധി, അസിസ്റ്റന്റ് എഞ്ചിനീയർ PK അനിത, CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി എന്നിവർ സംസാരിച്ചു. ഏകദേശം 10.5 ലക്ഷം രൂപയാണ് 2 ഗഡുക്കളായിട്ട്, അതായത് 2024-25 പദ്ധതിക്കാലത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ച് ലാബിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നത്. ഇതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ചികിത്സാ സംവിധാനത്തിന് വലിയ പണച്ചെലവില്ലാതെ എല്ലാവർക്കും ചികിത്സ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ മികവുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആരോഗ്യരംഗം ഇന്ന് ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുകയും ലോകത്ത് തന്നെ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചികിത്സാ സംവിധാനം ഇന്ന് പഠിക്കാനും കാണാനും ആളുകൾ കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തകർന്നു കിടക്കുന്ന ആനക്കാട് ശ്മശാനം റോഡ് പുനർനിർമ്മാണം വൈകുന്നതിൽ കോൺഗ്രസും LDFും പരസ്പരം പഴിചാരുന്നു. റോഡ് പുനർനിർമ്മാണത്തിന് വാർഡംഗം 1 രൂപ പോലും ചെലവഴിച്ചില്ലെന്ന് 4ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. വാർഡ് മെമ്പർ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വാർഡ് LDF ഭരിക്കുന്നതിനാൽ റോഡിനെ തടയുകയാണെന്ന് LDFും കുറ്റപ്പെടുത്തി. റോഡിന്റെ പുനർനിർമ്മാണത്തിന് 10 ലക്ഷം രൂപയിൽ എഗ്രിമെന്റ് വെച്ച് 4 മാസം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തയ്യാറാകുന്നില്ലെന്നും LDF വാർഡംഗം പറയുന്നു. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം LDF അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ കറുത്ത മാസ്ക് ധരിച്ച് പ്രതിഷേധിച്ചിരുന്നു. റോഡിനെ അവഗണിക്കുന്നതിൽ ബുധനാഴ്ച LDF പഞ്ചായത്തിന് മുന്നിൽ ധർണയും നടത്തിയിരുന്നു. പരസ്പരം പഴിചാരി കോൺഗ്രസും LDFും വാർഡിൽ ഫ്ലക്സ് ബോർഡുകളും നിരത്തിക്കഴിഞ്ഞു. കണ്ടശങ്കടവ് കനോലി കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതോടെ വലയിടാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. പാടങ്ങളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ കുളവാഴ പുഴയിലേക്ക് തള്ളിവിടുന്നതാണ് ഇവ വ്യാപകമാകാൻ കാരണമെന്നാണ് ആരോപണം. കണ്ടശങ്കടവ് പാലത്തിന് സമീപം കുളവാഴ നിറഞ്ഞു. പുഴയിൽ നിറയുന്ന ചണ്ടി കണ്ടാടി വലകളിൽ കുടുങ്ങുന്നതോടെ വല കീറി നശിക്കുകയാണ്. വൻ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത്. വീശവലക്കാരും ദുരിതത്തിൽ തന്നെ. വല വൃത്തിയാക്കാനും മത്സ്യത്തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്. കുളവാഴ നിറഞ്ഞതോടെ വല നശിക്കുമെന്ന അവസ്ഥ കാരണം പുഴയിൽ മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകാൻ മടിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസ് CBI അന്വേഷിക്കുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ CM രഘുനാഥ്, PD ബെന്നി, IP പ്രഭാകരൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BC ഷീജ, മണ്ഡലം ഭാരവാഹികളായ PV ഉണ്ണികൃഷ്ണൻ, രഘുനന്ദൻ, ഷഫീന ഷബീർ അലി, ആനന്ദൻ ആന്തുപറമ്പിൽ, സമീർ ഹംസ, CN സൂരജ, സുജാത ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ 4ാം വാർഡിൽ മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വലിയ രീതിയിലുള്ള കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് ദിനംപ്രതി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധജലം വലിയ രീതിയിൽ പാഴായി പോവുകയാണ്. ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. മെമ്പറുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് കുഴിയിൽ വാഴ വെച്ച് മണലൂർ മണ്ഡലം 4ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡ് പ്രസിഡന്റ് TV മാധവൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ CI ജോയ്, സിന്ധു സുനിൽകുമാർ, TP തോമസ്, IG സത്യൻ, സുനിൽകുമാർ മേപ്പറമ്പിൽ, ഇഗ്നേഷ്യസ് ആനക്കാട്, കൊച്ചുമോൻ ആനക്കാട് എന്നിവർ നേതൃത്വം നൽകി. തൃക്കുന്നത്ത് കുടിവെള്ള പദ്ധതിയിലേക്ക് കുടിവെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രഷർ മൂലം പൈപ്പ് പൊട്ടിയതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വർഷത്തിൽ 2ഉം 3ഉം തവണയും പൊട്ടിക്കും. താൽക്കാലികമായി വാട്ടർ അതോറിറ്റി വന്ന് തട്ടിപ്പ് ഒട്ടിക്കൂട്ട് നടത്തുന്നതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ഏകദേശം 3 മാസത്തോളമായി ഇത്തരത്തിൽ ശുദ്ധജലം പാഴായി പോവുകയാണ്. ഇവിടെ ദൈനംദിന ആളുകൾ അപകടത്തിൽപ്പെട്ട് വീഴുകയാണ്. ആളുകൾക്ക് വീഴാനുള്ളൊരു ചതിക്കുഴിയായിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മെമ്പർ ഇതിന് പരിഹാരം കാണണ്ടേ? മെമ്പർ തട്ടിക്കൂട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തി നടക്കുകയല്ലാതെ സ്വന്തം വാർഡിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. BJP മണലൂർ മണ്ഡലം സമ്പൂർണ്ണ യോഗം കാഞ്ഞാണി സിംല മാളിൽ നടന്നു. മണലൂർ മണ്ഡലം അധ്യക്ഷൻ KS ധനീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂരിൽ നിന്ന് ദേശീയപാതയിലേക്ക് എളുപ്പത്തിലെത്താവുന്ന സംസ്ഥാന പാതയുടെ പണി ഉടൻ ആരംഭിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കൂടാതെ കൃഷിക്കാവശ്യമായ ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി ഏനാമാവ് റെഗുലേറ്റർ നവീകരിക്കണമെന്നും ആവശ്യമുണ്ട്. വാടനപ്പള്ളി ബീച്ചിന്റെ നവീകരണം വേഗത്തിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്നുള്ള യോഗം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജനറൽ BG അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ വാസു വളാഞ്ചേരി, ടോണി അത്താണിക്കൽ, PS ആനന്ദൻ, ടോളി വിനീഷ്, പുഷ്പ വിശംബരൻ, ജിഷ സുരേന്ദ്രൻ, ജിൻസി തോമസ്, പ്രേമൻ കാണാട്ട്, കവിത രാമചന്ദ്രൻ, CN പ്രഭാകരൻ, ഇന്ദിര ഉത്തമൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, സ്റ്റീഫൻ നീലങ്കാവിൽ, സത്യദേവൻ കളരിക്കൽ, കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. അയ്യപ്പനെ അടക്കം മോഷ്ടിക്കുന്ന രീതിയിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പണ്ട് മീശമാധവ സിനിമയിൽ പറഞ്ഞ പോലെ ഭഗവാനെ അങ്ങ് തന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കേരളത്തിലെ വിശ്വാസി സമൂഹം ഇന്ന് വലിയ നിസ്സഹായാവസ്ഥയിലാണ്. വലിയ തട്ടിപ്പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് എന്നും വിശ്വാസികൾക്കൊപ്പമാണ്. ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികളായാലും അവർക്കൊരു സംരക്ഷണം ആവശ്യമായി വന്നാൽ ഒരു ഭരണഘടനാ സംരക്ഷണ കവചമുണ്ട് വിശ്വാസികൾക്കും, എല്ലാ മതങ്ങൾക്കും, എല്ലാ ജാതികൾക്കും ഈ രാജ്യത്ത്. അവിടെ എവിടെയെങ്കിലും ഭംഗം വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങും ആ വിശ്വാസം സംരക്ഷിക്കാൻ. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അന്തിക്കാട് UAE ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ദളിത് ആദിവാസി സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PK പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ പൂക്കാട്ട് അധ്യക്ഷനായി. സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാടിന് സർഗപ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാരം നൽകിയും അനുമോദിച്ചു. ഹ്രസ്വചിത്ര സംവിധായകൻ മധു പട്ടാട്ട്, യുവഗായകൻ രതീഷ് റിസ, മിസ്റ്റർ തൃശൂർ 2025 റണ്ണറപ്പ് നവനീത് PS, മികച്ച മത്സ്യകർഷകൻ സനോജ് പൂക്കാട്ട് തുടങ്ങിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ MU ഉദീഷ്, ഇന്ത്യൻ തപാൽ വകുപ്പിലെ TS നിഖിൽകുമാർ, സംവിധായകനും കവിയും ഗാനരചയിതാവുമായ സുഭാഷ് കാഞ്ഞാണി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ദിശ സംസ്ഥാന പ്രസിഡന്റ് MA ലക്ഷ്മണൻ, ജില്ലാ പ്രസിഡന്റ് പ്രസാദ് അന്തിക്കാട്, സംസ്ഥാന ജില്ലാ നേതാക്കളായ പ്രകാശൻ അറക്കൽ, കുട്ടൻ തൊഴിയൂർ, ബാബു പടിയം, ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി സെക്രട്ടറി ശിവദാസ് താണിയത്ത്, ട്രഷറർ രതീഷ് പടിയത്ത് എന്നിവർ സംസാരിച്ചു. ശ്രീ കൈലാസ ആനേശ്വരം, തുമ്പപ്പൂ അന്തിക്കാട് എന്നീ ടീമുകളുടെ വീരനാട്യങ്ങൾ, ദീനദയാൽ ശ്രീനാഥിന്റെ റാപ്പ് ഗാനാവതരണം, കിഷോർ കുമാർ അന്തിക്കാടിന്റെ സാക്സോഫോൺ അവതരണം, SK അന്തിക്കാട്, നടരാജൻ അന്തിക്കാട്, രതീഷ് റിസ, മോഹനൻ പാലുവായി, നൈതൽ ശ്രീനാഥ്, കോമള അശോകൻ തുടങ്ങിയവരുടെ കരോക്കെ ഗാനാലാപനം മുതലായ പരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം ബസ് സ്റ്റാൻഡിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ LDF പ്രതിഷേധം. LDF ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തിയാക്കുകയും കയ്പമംഗലം ബസ് സ്റ്റാൻഡ് എന്ന് നാമകരണവും ചെയ്യപ്പെട്ട ബസ് സ്റ്റാൻഡിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള UDF ഭരണസമിതിയുടെ നീക്കം പരിഹാസ്യവും ലജ്ജാകരവുമാണെന്ന് LDF ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BK ജ്യോതിപ്രകാശ്, നേതാക്കളായ PA അഹമ്മദ്, MD സുരേഷ്, TV സുരേഷ് ബാബു, നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം പേരിടുന്നതിന് വേണ്ടി പലതും കേരളത്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. രാഹുൽ മഹാൻകുട്ടം പോലും പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്തതും ഗർഭിണിയാക്കിയതെല്ലാം കേരളക്കരയിൽ അറിയുന്നില്ല. അത്ര ആഗ്രഹമുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം ജനിക്കുന്ന കുട്ടിക്ക് ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതടക്കം തെറ്റാണ്. പക്ഷെ കോൺഗ്രസിന് അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അവിടെ നിർവഹിച്ചു. പക്ഷേ കയ്പമംഗലത്തെ ബസ് സ്റ്റാൻഡിന് ബഹുമാനായ മുൻ മുഖ്യമന്ത്രിയുടെ പേര് ഇടുന്നത് ഉചിതമായ പ്രവർത്തനമല്ല. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പകുതി കൂടുതൽ ഇത്തരത്തിലുള്ള തെറ്റായ നടപടിക്ക് എതിരാണ്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് റോഡുകൾ കുഴികൾ നിറഞ്ഞ അപകടാവസ്ഥയിലാണെന്നും അതിന്റെ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥയായ 15 റോഡ് വർക്കുകൾക്കായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാർ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ മഴക്കാലം എന്ന കാരണം പറഞ്ഞത് ഈ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലത്ത് ഒട്ടനവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഈ മാസം 14 നടക്കുന്ന വികസന സദസ്സിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതുമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഭരണസമിതിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. നടുവിൽക്കരയിൽ ബാർ നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി നൽകി എന്നുള്ള പ്രതിപക്ഷ ആരോപണം പച്ചക്കള്ളമാണെന്നും യാതൊരുവിധ അനുമതിയും പഞ്ചായത്ത് നൽകിയിട്ടില്ലെന്നും മാത്രമല്ല അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുള്ളതുമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, ഷൈജ ഉദയകുമാർ, MS സുജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺട്രാക്ടർമാരെ വിളിച്ചു 2 പ്രാവശ്യം വിളിച്ചിട്ട് ആരും വന്നില്ല. വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രാവശ്യം കൂടി വിളിച്ചു. അതിൽ 2 പേരാണ് വന്നത്. 6 കോൺട്രാക്ടർമാരുണ്ട്. ഒരു പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മഴ എന്നാണ് പറയുന്നത്. ഞാൻ പോകുമ്പോൾ മുല്ലശ്ശേരിയിൽ പണി നടക്കുന്നുണ്ട്, ചാഴൂർ പണി നടക്കുന്നുണ്ട്, ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും റോഡ് പണി നടക്കുന്നുണ്ട്. ഇത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നത് ഈ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ BJP കോൺഗ്രസ്. അത് നിങ്ങൾക്ക് അവരുടെ പിന്നാമ്പറങ്ങൾ നോക്കിയാൽ അറിയാം അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് അവരോട് ഞാൻ സംസാരിച്ചു. നിങ്ങൾ റോഡ് പണി ചെയ്യൂ. എന്താ വെച്ചാൽ ഈ ലോകത്ത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായത് സഞ്ചാര ആണ്. അത് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഒരു സൈക്കിളിന് പോലും പോകാൻ സാധിക്കുന്നില്ല. കുഴികളിൽ വീണ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലബിന് രൂപം നൽകി. തളിക്കുളം കൃഷി ഓഫീസർ TR അഞ്ജന ഉദ്ഘാടനം ചെയ്തു. വിളപരിപാലനവും കീടനാശിനി പ്രയോഗവും എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ ക്ലാസ് എടുത്തു. ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ അടങ്ങിയ കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റായി സുരേഷ് പണിക്കശ്ശേരിയെ തിരഞ്ഞെടുത്തു. ശശീന്ദ്രൻ വല്ലത്ത് സെക്രട്ടറി, ഷീജ രാമചന്ദ്രൻ ട്രഷറർ, വിദ്യാനന്ദൻ ഐക്കാരത്ത്, ജീജ രാധാകൃഷ്ണൻ, പ്രീത മധു, CK മോഹനൻ, വിജയലക്ഷ്മി, AP രത്നാകരൻ, ഗീത ശശീന്ദ്രൻ, ലീന സുനിൽ, പത്മിനി ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റിക്കും രൂപം നൽകി. ഗഫൂർ തളിക്കുളം, AK വാസൻ, N മദനമോഹനൻ, വാസൻ കോഴിപ്പറമ്പിൽ, ശ്രീനിവാസൻ, സുഭാഷ് ചന്ദ്രൻ, ഷിൽജ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു അല്ലേ കൃഷി എന്ന് പറഞ്ഞത്. എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടും നമ്മുടെ ചക്രം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, എന്തുണ്ടായാലും കൃഷി വന്നപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായത്. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ പുരോഗമനം മനുഷ്യന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും വൈറ്റ് കോളർ ജോബിലോട്ട് പോകുമ്പോഴും നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം, വളരെ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഇപ്പം മനുഷ്യന് വന്നിട്ടുണ്ട്. അതിപ്പോൾ കാശുള്ളവനായാലും കാശില്ലാത്തവനായാലും ഉള്ള സ്ഥലത്ത് പരിമിതമായിട്ട് നല്ല രീതിയിൽ എത്രത്തോളം വിളവ് കൂടുതൽ ലഭിക്കുന്നു എന്ന രീതിയിലുള്ള കൃഷി പല രീതിയിലുള്ള ഹൈഡ്രോപോണിക്സ് ആയാലും എയറോപോണിക്സ് ആണെങ്കിലും പലതരത്തിലുള്ള പുതിയ നവീന തരത്തിലുള്ള കൃഷി രീതികൾ മനുഷ്യനിപ്പോൾ അവലംബിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു കൃഷിക്കൂട്ടം അല്ലെങ്കിൽ കാർഷിക ക്ലബ്ബ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, CPM വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കരാറുകാർക്കെതിരെ പ്രതിഷേധം നടത്തി. പഞ്ചായത്തിലെ 15ഓളം വരുന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും ടാറിംഗ് നടത്തുന്നതിനും പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത കരാറുകാർക്കെതിരെയാണ് പ്രതിഷേധം. മഴ മാറിയാൽ ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. ഇതിനുവേണ്ടി പഞ്ചായത്തിൽ കരാറുകാരുടെ യോഗം വിളിച്ച് പണി പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇതും അവഗണിക്കുകയാണ് ചെയ്തത്. പ്രതിഷേധം CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. AC അംഗം സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി. BA ഷാജുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, KK അനിൽകുമാർ, KD സതീഷ്, TN ഉദയകുമാർ, റജീന രാജു, AS അബിത്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, KC സുധ, മുഹമ്മദ് അരവാശ്ശേരി, മണികണ്ഠൻ ആലിങ്ങൽ, PK പ്രേംരാജ്, KB വിനീഷ് എന്നിവർ സംസാരിച്ചു. കരാറെടുത്ത കരാറുകാർ ഈ നല്ല വെയിലുള്ള സമയത്ത് പോലും പണി ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ തടസ്സം പറഞ്ഞത് മഴയായിരുന്നു. മഴയായതുകൊണ്ട് പണിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. ഇപ്പോൾ മഴ മാറിയിട്ട് ആഴ്ചകൾ പിന്നീടാണ്. ഈ മഴ മാറി അതിശക്തമായ വെയിൽ വന്നിട്ടും ഈ പണി ചെയ്യാതിരിക്കുന്നതിന് പിന്നിലൊരു ദുഷ്ടലാക്കുണ്ട്, ദുഷ്ട രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതിനുവേണ്ടി ഇവിടെ ചെണ്ടുവലി നടക്കാണ്. ഇവിടെ BJPയുടെ കരാറുകാരൻ്റെ ഇവിടെ ഞങ്ങൾ കരാറുകാരുടെ രാഷ്ട്രീയം അന്വേഷിച്ച് ഞങ്ങൾ പോകില്ല. പക്ഷേ ആ കരാറുകാർക്ക് ഇവിടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പച്ചയായി ഇവിടെ പ്രകടിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM മുൻ ജില്ലാ സെക്രട്ടറി മാമക്കുട്ടി അനുസ്മരണം നടത്തി. ലോക്കൽ സെക്രട്ടറി BA ഷാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. AC അംഗം KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KK അനിൽകുമാർ, KD സതീഷ്, TN ഉദയകുമാർ, BD പരംപ്രസാദ്, റജീന രാജു എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ പങ്കാളിയായി ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കുക, ശബരിമല ക്ഷേത്രവും സ്വത്തുക്കളും സംരക്ഷിക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, സ്വർണ്ണത്തട്ടിപ്പ് CBI അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി നാമജപ യാത്ര നടത്തി. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപ യാത്ര ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നാമജപ യാത്ര തെച്ചിക്കാവ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, ശശി കാരേക്കാട്ട്, പുഷ്കരൻ തേവർക്കാട്ടിൽ, നികേഷ് കിഴിപ്പള്ളിക്കര എന്നിവർ സംസാരിച്ചു. KSU ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് യൂണിറ്റിന്റെ പാനൽ പ്രഖ്യാപനം DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യദു കൃഷ്ണൻ അന്തിക്കാട്, ജില്ലാ ഭാരവാഹികളായ റെൽവിൻ റോയ്, വൈഭവ്, ആഷിഖ്, ജെറാൾഡ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ്, യൂണിറ്റ് ഭാരവാഹികളായ അദ്നാൻ, ജോഷുവ, അജയ്, ബെനഡിക്റ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ തപാൽ ദിനാചരണം കിഴക്കുമുറി പോസ്റ്റ് ഓഫീസിൽ സംഘടിപ്പിച്ചു. സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആൻഡോ തൊറയൻ തപാൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ദേശീയ തപാൽ ദിനം നമുക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം 1854 ഡൽഹൌസി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഈ പോസ്റ്റൽ സംവിധാനം. ആ സംവിധാനം നമുക്കറിയാം, ഇവിടുത്തെ കത്തിടപാടുകളും അതുപോലെ തന്നെ ഈ ടെലഗ്രാം ഉൾപ്പെടെയുള്ള ഒരു പണ്ട് കാലത്ത് ഒട്ടേറെ സാധാരണക്കാരും എല്ലാവരും ആശ്രയിച്ചിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ
ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉപാധികളായിരുന്നു. നമുക്കറിയാം, ആധുനിക സാങ്കേതിക വിദ്യ വികസിച്ചതിൻ്റെ വെളിച്ചത്തിൽ മൊബൈൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ വന്നു, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതികതകൾ വന്നപ്പോൾ ഒരു ചെറിയ ഇടിവ് ഈ പോസ്റ്റൽ സംവിധാനത്തിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പോസ്റ്റ് മാസ്റ്റർ രാജു, പോസ്റ്റ്മാൻമാരായ ശിവദാസ് പി കെ, ആഷിഖ് വിൻസെന്റ് എന്നിവരെ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. സൊസൈറ്റി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, ജനാർദ്ദനൻ, പോസ്റ്റ് ഓഫീസ് സ്റ്റാഫുകളായ സാരംഗ, ശ്രീലാൽ, സുമേഷ് കെ എസ് എന്നിവരും സംസാരിച്ചു. നമസ്കാരം. ഒരു കാലത്ത് പോസ്റ്റ്മാൻമാരെ കാത്തിരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീടുകളിൽ എഴുത്ത് കിട്ടാൻ വേണ്ടി വേറൊരു മാർഗ്ഗമില്ല. നമുക്ക് അകലേക്ക് പോയ മക്കളുടെയൊക്കെ ലെറ്ററുകൾ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ കാലഘട്ടം ഒരുപാട് മാറിപ്പോയി. പക്ഷേ എന്നാൽ പോലും പല മേഖലകളിലും പോസ്റ്റ്മാൻമാർ ഇപ്പോൾ വനാന്തര ഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസുകളുണ്ട്. അവിടെ നമുക്ക് ഈ മൊബൈലിന് റേഞ്ച് പോലില്ലാത്ത മേഖലകൾ, അതുപോലെ തന്നെ സിയാച്ചിൻ പോലുള്ള അങ്ങനെ വളരെ ഉയരത്തിൽ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസുണ്ട്, ആർമി പോസ്റ്റ് ഓഫീസുകളുണ്ട്. ആ സമയത്ത് മൊബൈൽ പോലും എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പോസ്റ്റ്മാൻമാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ എത്തിപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പെട്ടെന്ന് മെസ്സേജുകളൊക്കെ കൈമാറാൻ പറ്റുന്നത് കൊണ്ട് ഈ പോസ്റ്റ്മാനുമായിട്ടുള്ള ഒരു അകലം കുറേശ്ശേ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു ലെറ്റർ കാത്ത് കൊതിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുമ്പോണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ലോക കാഴ്ച ദിനത്തിന്റെ ഭാഗമായി തൃപ്പയാർ റെയ്ഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണ് സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യവുമായി കോളേജിൽ നിന്ന് BB മാൾ വരെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത റാലി നടത്തി. പ്രിൻസിപ്പൽ ആഷിഖ് ബി മിഷ നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി വലപ്പാട് ചന്തപ്പടിയിൽ കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ഒപ്റ്റോമെട്രി ലെക്ചറർ അശ്വതിയും വിഭാഗ അധ്യക്ഷ നാജിയ നൌഷാദും ചേർന്ന് മതിലകം OLF സ്കൂളിൽ ദൃശ്യാരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ കമല നെഹ്റു VHS സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ കൂട്ടുകാർക്ക് കത്തുകൾ അയച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്ക് കുശലാന്വേഷണത്തോടൊപ്പം ലഹരി ഉപയോഗിക്കാതെ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂട്ടുകാർക്ക് കത്തുകൾ അയച്ചത്. പ്രധാനാധ്യാപിക CB നിഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ രാജേഷ് KR, MG ഷിജു, റൈജു PP എന്നിവർ സംസാരിച്ചു. അസുഖം ബാധിച്ച ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. വലപ്പാട് തിരുവഴഞ്ചേരി അമ്പലത്തിന് പടിഞ്ഞാറ് കുന്തറ കണ്ണന്റെ മകൾ കാവ്യാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. രാജിയാണ് അമ്മ. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം. ദിശ അന്തിക്കാട് മേഖലാ കമ്മിറ്റി പഞ്ചമി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.